നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് അതിരാവിലെ ഇ.ഡി. സംഘം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് CPM-നെ സംബന്ധിച്ച് പിടിവള്ളിയായി, ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. പ്രത്യേകിച്ചും CPM ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ നിഴലിലായിരുന്നു. CPM കഴിഞ്ഞ ഇലക്ഷനിൽ നേരിട്ട പരാജയത്തെ സംബന്ധിച്ച് വിവിധ ജില്ലാ കമ്മിറ്റികൾ പ്രമേയങ്ങൾ പാസാക്കിയായിരുന്നു. അതിൽ അവർ കുറ്റാരോപിതരായി കണ്ടത് പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെയും ഒക്കെയാണ്. അതിൻ്റെ സ്ഥിതിഗതികളിൽ നിന്ന് അല്പം മാറ്റമുണ്ടാകുന്നു. പിണറായി വിജയൻ വേട്ടയാടപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ പാർട്ടി അണികൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിന് പിന്നിൽ ഈ റെയ്ഡോടുകൂടി അടിയുറച്ചു നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ഇന്നത്തെ ദിവസം കാണുന്നത്. അതായത് നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ എപ്പോഴൊക്കെ രാജ്യത്തെ ഭരണാധികാരി ദുർബലനാകുന്നു അപ്പോഴൊക്കെ അതിർത്തി രാജ്യങ്ങളുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയാറുള്ളത് പോലെ പിണറായി വിജയൻ്റെ നേതൃത്വം ദുർബലമാകുന്ന ഒരു സമയത്താണ് റെയ്ഡ് പിണറായി വിജയൻ്റെ വീട്ടിൽ നടക്കുന്നത് എന്നത് ഈ സംഭവ വികാസങ്ങളുടെയും ഒക്കെ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സൈബറിടങ്ങൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെയാണ് ED പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് ED, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണത്തിനാവശ്യമായ പോലീസ് സേനയെ ഒരുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതറിഞ്ഞ് തടിച്ചുകൂടിയ CPM, DYFI, SFI പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയുവാനും കഴിഞ്ഞില്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് ED ഉദ്യോഗസ്ഥർ ഒരിക്കലും ആഭ്യന്തര വകുപ്പിനെ, സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെയാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലാത്തതാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചുകൊണ്ടാണ് ഇത്തരം റെയ്ഡ് സമ്പ്രദായങ്ങളിലേക്ക് വരാറുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിൻ്റെ സൈബറിടങ്ങൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്, CPM വളരെ പരിതാപകരമായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ആ പാർട്ടിക്കുള്ളിൽ അന്തചിത്രങ്ങളിലൊക്കെ രൂപപ്പെടുമ്പോൾ CPM-ഉം BJP-യും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു ആസൂത്രിത ശ്രമമാണ് ED റെയ്ഡ് എന്നാണ്. അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് നടത്തിക്കൂടായിരുന്നു എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ സൈബറിടങ്ങൾ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. CPM-നെ സംബന്ധിച്ച് CPM-ൻ്റെ സൈബറിടങ്ങൾ പറയുന്നത് ED ആണ് റെയ്ഡ് നടത്തിയത്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും CPM-ൻ്റെ സൈബറിടങ്ങളും റെയ്ഡിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട പിണറായി വിജയനുമൊക്കെ പഴിയും ആരോപണങ്ങളും തെറിയും ഒക്കെ വിളിക്കുന്നത് കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമാണ്. രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ ED റെയ്ഡ് നടത്തിയത് കൊണ്ട് എന്നൊക്കെയാണ്. എന്തായാലും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നതിന് ശേഷം പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രലേഖകരോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തായാലും ED ഉദ്യോഗസ്ഥന്മാർ CPM പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു. ED ഉദ്യോഗസ്ഥന്മാർ റെയ്ഡിന് ശേഷം പോയ വാഹനം, അതിൻ്റെ ഗ്ലാസും മറ്റും അടിച്ചു തകർക്കുന്ന ചിത്രങ്ങൾ അത് സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച CPM പ്രവർത്തകരുടെ കാര്യം ഗുദാഹവ എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം. എന്തായാലും CPM പതിവ് പോലെ തന്നെ ആ പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരല്ല, അല്ലെങ്കിൽ അണികൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് കൈകഴുകും. ബലിയാകുക CPM-ന് വേണ്ടി ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്ത പ്രവർത്തകരാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഈ അവസരത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടത്. എന്തായാലും ED വീട്ടിൽ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തി പോയതിനു ശേഷം മാധ്യമങ്ങളിൽ വിവിധ രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ചില മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട് റെയ്ഡ് നടത്തിയപ്പോൾ അന്ന് പറഞ്ഞിരുന്നത്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ചിരുന്നത് അതൊരു അന്വേഷണ ഏജൻസിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, അതെന്തൊക്കെ ആണ് അതിൻ്റെ പേരിൽ സംഭവിക്കുന്നതെന്ന് അന്വേഷണ ഏജൻസികൾക്കേ അറിയാകൂ എന്ന രീതിയിൽ ED-യെ പരസ്യമായി ന്യായീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അന്ന് പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത് എന്ന ഒരു വാദഗതി കൂടി മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേ സമാനമായ സംഭവ വികാസമാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് CPM-ൻ്റെ സൈബറിടങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് CPM മെമ്പറല്ലാത്ത ഒരാൾ, അതായത് ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകൻ മാത്രമാണ്. അദ്ദേഹത്തിനൊരു പ്രിവിലേജുമില്ല, അദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് CPM തീരുമാനമെങ്കിൽ ഇപ്പോഴും സമാനമായ സ്ഥിതിവിശേഷമാണ്. വീണ വിജയൻ, അദ്ദേഹം വിജയൻ എന്ന് പറയുന്ന CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ
അംഗത്തിൻ്റെ മകൾ മാത്രമാണ് അദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ട എന്ന് CPM-ൽ ആരും പറയുന്നില്ല. പിണറായി വിജയനെതിരെയുള്ള റെയ്ഡല്ല, മറിച്ച് വീണ വിജയനെതിരെയുള്ള റെയ്ഡാണ്. പക്ഷേ CPM-ൻ്റെ സൈബറിടങ്ങളും ബുദ്ധിജീവികളും അതുപോലെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും ഒക്കെ ഒന്നുപോലെ വീണ വിജയനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് എന്നു തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ബിനീഷ് കൊടിയേരിയുടെ ചില ചോദ്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ പാർട്ടി അംഗമല്ല എന്ന രീതിയിൽ തന്നെ പ്രതിരോധിക്കാതെ, തന്നോടൊപ്പം നിൽക്കാതെ, തന്നെ അവഹേളിച്ചതുപോലെ താനിപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് താൻ നിൽക്കുന്നില്ല. വീണ വിജയനെതിരെ അല്ലെങ്കിൽ ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു നടപടിയായി കണ്ട് താനും ഇതിനോട് പ്രതികരിക്കുവാൻ സമരമുഖത്തുണ്ടാകും എന്ന ഒരു വിശദീകരണമാണ് എന്തായാലും ബിനീഷ് കൊടിയേരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെ AK-47 കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ വലിയ ഒരു കവചത്തിലാണ് ED ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ചില രേഖകൾ പിടിച്ചെടുത്തു എന്ന ചില നിഗമനങ്ങളുമൊക്കെ ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പിണറായി വിജയൻ്റെ മേൽ എത്രത്തോളം തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക്, വിശകലനങ്ങൾക്കൊക്കെ വിധേയമാകുന്ന ഒരു സംഗതി കൂടിയാണ് ഇത്. എന്തായാലും ED സംഘത്തിൽ വനിതകളുണ്ടായിരുന്നു, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം BJPയുടെ ഭാഗത്ത് നിന്ന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. അതായത് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും കോൺഗ്രസിനെയും UDF-നെയും നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ CPM-നെ നശിപ്പിക്കുവാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആ പാർട്ടിയുടെ ഒരു നാശമുണ്ടായാൽ ആ സ്പേസിലേക്ക് BJPക്ക് കടന്നു കയറുവാൻ താരതമ്യേന എളുപ്പമാണ് എന്ന രാഷ്ട്രീയ നിഗമനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കേരളത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കാരണമായേക്കാം എന്ന വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയുടെ ഒരു വിശകലനം എന്ന് പറയുന്നത് BJPക്ക് കടന്നു കയറുവാൻ പറ്റാത്ത സമൂഹങ്ങളാണ് UDF-ൻ്റെ വോട്ട് ബാങ്ക്. അതായത് ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളാണ് UDF-ൻ്റെ ഒരു വോട്ട് ബാങ്ക്. അതിലൊരിക്കലും BJP കടന്നു കയറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ UDF-നെ തകർക്കുന്നതിനേക്കാൾ എളുപ്പം LDF-നെ തകർക്കുക. ഒരു പക്ഷേ ഹൈന്ദവ വോട്ട് ബാങ്കുകളാണ് ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ, LDF-ൻ്റെയും BJPയുടെയും എന്നിരിക്കെ ആ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാനായിരിക്കും ഒരു പക്ഷേ BJPക്ക് കൂടുതൽ എളുപ്പം എന്ന ഒരു നിഗമനം ഈ അവസരത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് എത്രത്തോളം BJP കേരളത്തിൽ രാഷ്ട്രീയ നേട്ടം വെട്ടിപ്പിടിക്കുവാനുള്ള ഉപകരണമാക്കി മാറ്റും എന്ന ചർച്ചകൾ ഉയരുകയാണ്. എന്തായാലും ഏകദേശം മൊത്തം 9ഓളം പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് പറയുന്നു. അവസാന റിപ്പോർട്ടുകൾ വരുമ്പോൾ ED ആക്രമണക്കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിച്ചിരുന്നു എന്ന നിഗമനങ്ങൾ വരികയാണ്. പക്ഷേ പാർട്ടി നേതാക്കന്മാരും പോലീസുമായിട്ടുള്ള ചില ചർച്ചകളുടെ ഫലമായിട്ട് അവരെ പോലീസിന് മുന്നിൽ ഹാജരാക്കുന്നു, അവരെ മറ്റെവിടെ നിന്ന് പിടിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു എന്ന വിശകലനങ്ങളും പുറത്തു വരികയാണ്. എന്തായാലും ED റെയ്ഡ്, പിണറായി വിജയൻ്റെ വീട്ടിലുണ്ടായ റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവും സമൂഹവും രാഷ്ട്രീയ ഭൂപടവും ഒക്കെ മാറുവാനുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.